പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ ഓദർ, അതിൻ്റെ ഉടമ തന്നെ, അത് രചിച്ച ആൾ തന്നെ അതിനെ നിഷേധിക്കുന്നു എന്ന അസാധാരണമായ സാഹചര്യം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നതാണ്. DC ബുക്സ് നമുക്കറിയാം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്, ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന പുസ്തക പ്രസാധകരാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിൽ ഒരു കരാറുണ്ടാവാം. EP ജയരാജൻ ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട് എന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്ന വാദം DC ബുക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊരു പ്രതികരണമായി നമുക്ക് ലഭ്യമായില്ലെന്ന് മാത്രം. പക്ഷേ നമുക്ക് ഫോണിലും മറ്റും DCയുടെ ഔദ്യോഗിക ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് അത്തരം കീഴ്വഴക്കങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ആശങ്ക അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, പാലക്കാട്ടത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരണം നടത്തുന്ന ഒരാളാണല്ലോ ഞാൻ. അവരുടെ മുന്നിലാണല്ലോ ഒരു ടെസ്റ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത്. അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഈ വിഷയത്തിൽ. ആ അഭിപ്രായമാണ് 1,95,000 പേര് അഭിപ്രായമായി രേഖപ്പെടുത്താൻ പോകുന്നത്. സഖാവ് EP ജയരാജന്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തി അല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ, ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോധ്യത്തോടു കൂടിയാണല്ലോ താങ്കൾ സ്ഥാനാർത്ഥിയായി വരുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു പരാമർശം അങ്ങനെ പിന്നീട് അത്തരം ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് അറിയില്ലല്ലോ. പുസ്തകം പുറത്തു വന്നാലല്ലേ നമുക്ക് അറിയൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവും വായനക്കാരെന്നുള്ള രീതിയിൽ വായനക്കാരും അതിൽ പരാമർശിക്കപ്പെട്ട ആൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടെങ്കിൽ ഞാനും അഭിപ്രായം പറഞ്ഞാൽ പോരെ. ചില ഘട്ടങ്ങളിലെങ്കിലും EP ജയരാജൻ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തി പാർട്ടിയെ കുഴപ്പത്തിലാക്കാറുണ്ട്. പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം, പച്ചയായ മണ്ണിന്റെ സഖാവാണ്. തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യന്റെ എൻഡോഴ്സ്മെന്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെന്റ് മാത്രമല്ലല്ലോ, എപ്പോഴും ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തിയല്ലേ. ചർച്ചയാകണമെങ്കിൽ ആക്കാം. നിങ്ങൾക്ക് വേറെ വിഷയം ഒന്നുമില്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് എടുക്കല്ലേ, എത്ര പോസിറ്റീവായ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം, വയനാട്ടിൽ പോളിംഗ് ശതമാനം 3% മുതൽ 5% വരെ കുറയും. അതിന്റെ കാരണം കൂടി നിങ്ങൾ ജനാധിപത്യ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 5 മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരല്ലേ ഞങ്ങൾ. ഇനിയും ഞങ്ങളെ കൊണ്ട് ഈ പ്രഹസനത്തിന് മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ചോദ്യമാണ്? നോക്കണം, നമ്മൾ വിലയിരുത്തണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 3% മുതൽ 5% വരെ അതിന് മുകളിൽ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം കൂടി ഞാൻ പറയാം. പാലക്കാട് ഞാൻ ഇന്നലെ 6 വയനാട്ടുകാരെ പല സമയങ്ങളിൽ ഇന്നലെ മാത്രം 6 വയനാട്ടുകാരെ കണ്ടു. നാളെ പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് 6 പേരും പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നതിന്റെ സാഹചര്യവും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇട്ടിട്ട് പോയ ആൾക്ക് അയാളുടെ മുന്നണിക്ക് ഇവിടെ എന്തിനാ വോട്ട് ചെയ്യണം എന്നുള്ള ജനം ചോദിക്കുകയാണ്. ഉപേക്ഷിച്ചു പോയ ഈ നാടിനെ ഇനിയും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ ചിഹ്നത്തിൽ ഒരു ഉളുപ്പില്ലാതെ വോട്ട് ചോദിച്ചാൽ പാലക്കാടത്തെ ജനം ആ ചിഹ്നത്തിൽ ഇനി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആർക്കു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതും ജനത്തിന് ബോധ്യമായി. ഈ 2 കൂട്ടരെയും തോൽപ്പിക്കേണ്ടത് ആരാണ് എന്നും ജനത്തിനറിയാം, പാലക്കാടുകാർക്ക് അറിയാം. സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വത്തിന്റെ പറയണത് ചർച്ചയാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ വയനാട് ചർച്ചയാവും, പാലക്കാടും ചർച്ചയാവും. P. സരിന്റെ പ്രതികരണമാണ് കണ്ടത്. പാർട്ടിയെ വെട്ടിലാക്കിയുള്ള ജയരാജന്റെ പ്രതികരണത്തിൽ സരിൻ പ്രതികരിക്കായിരുന്നു. ജയരാജന്റെ വാക്കുകളിലേക്ക്, ജയരാജൻ ഈ വിഷയത്തിൽ അല്പം മുമ്പാണ് നിഷേധിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ